SIT ആദ്യം രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി VS അനു ഉണ്ട്. അനു, മൂന്നാമത്തെ പരാതിയിൽ ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ മറ്റ് 2 പരാതികളുണ്ട്. ആ 2 പരാതികളിലും രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത്. അതായത് ആദ്യ പരാതിക്കാരി നൽകിയ പരാതിയിൽ നേരത്തെ തിരുവനന്തപുരം ഈ പറയുന്ന സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ആ കേസിന്റെ അന്വേഷണം. ആ പരാതിയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. രണ്ടാമത്തെ പരാതി നമുക്കറിയാം, വളരെ ഞെട്ടലുണ്ടാക്കുന്ന 21-കാരിയുടെ പരാതി. ആ പരാതിയിലും ഇപ്പോൾ പൂങ്കുഴലി തന്നെയാണ് ആ കേസിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥ. അപ്പോൾ ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തും. അതായത് രാഹുലിന് 3 കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. പക്ഷെ അതേസമയം ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഒരുപക്ഷെ നാളെ ആയിരിക്കാം രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക. എന്നിട്ട് അതിനുശേഷം വിശദമായ റിമാൻഡ് റിപ്പോർട്ട്, കസ്റ്റഡി അപേക്ഷയും കോടതിയിൽ നൽകുകയും ചെയ്യും. അനു, ഇതിൽ ഒരു കേസിൽ മുൻകൂർ ജാമ്യവും മറ്റൊരു കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. അപ്പം ഈ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ രണ്ടാമത്തെ കേസിന്റെ അതാണ് പറഞ്ഞ ഒരു കേസിൽ അറസ്റ്റ് അല്പം വൈകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതി ഉത്തരവുള്ള ഒന്നാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുന്ന നടപടിക്രമം ഒരുപക്ഷെ വൈകും. ആദ്യം അറസ്റ്റ് തടഞ്ഞുള്ള കേസിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വൈകും. പക്ഷേ മറ്റേ കേസിൽ അറസ്റ്റ് നടന്നിട്ടില്ല. മാത്രമല്ല, അറസ്റ്റ് ചെയ്താൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരായി കൃത്യമായ മൊഴികൾ നൽകണം. 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന അടക്കമുള്ള ഉപാധികളോടുകൂടിയാണ് ഈ കേസിൽ അദ്ദേഹത്തിന് നേരത്തെ ജാമ്യം നൽകിയിരുന്നത്. സ്വാഭാവികമായും ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ആ കേസിലെ അറസ്റ്റ് കൂടെ ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അന്വേഷണ സംഘം, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും കൂടി അന്വേഷണ സംഘം SIT അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ്. VS അനു ആണ് വിവരങ്ങളുമായി തുടരുന്നത്. അനു, അപ്പോൾ ഇതിപ്പം 3ാമത്തെ കേസിലാണ് അന്വേഷണ സംഘം ഈ രാത്രി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതും 11 മണിയോടുകൂടി ഈ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയുന്നതും ഒക്കെയും 3ാമത്തെ കേസിലാണ്. അതിൽ മറ്റ് 2 കേസുകളെക്കാൾ ഗുരുതരമായ ആരോപണങ്ങളും സോളിഡ് ആയിട്ടുള്ള തെളിവുകളും ഒക്കെയുമുള്ള കേസാണ്. ഈ മറ്റ് 2 കേസുകളിലാണ് ഒന്നിൽ മുൻകൂർ ജാമ്യവും ഒന്നിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് നിൽക്കുന്നത്. അപ്പം ഈ 3 കേസുകളിലും കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ പിന്നീട് MLA സ്ഥാനം നിലനിർത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്വയം ഒഴിയുമോ രാഹുൽ? രാഹുൽ എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമുക്ക് നോക്കൂ, ഇപ്പൊ കേരളത്തിൽ ഒരു യുവ നേതാവിനെതിരെ ഇത്രയും വലിയ പരാതി വരുന്നു. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടൊക്കെ രംഗത്ത് വന്ന് ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാം ആൾക്കാർ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് രാഹുൽ നിൽക്കുന്നത്. ഈ രാഹുലിന്റെ ആത്മവിശ്വാസത്തിന്റെ പിൻബലം എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ വളരെ കൃത്യമായ പരാതികൾ ചെയ്തു. നമ്മൾ ഒരു ഘട്ടത്തിൽ കൊടുത്തൊരു വാർത്തയുണ്ട്. അതായത് VD സതീശന്റെ മുന്നിലേക്ക് വന്ന ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയുടെ പരാതി. സത്യത്തിൽ ആ പരാതിയുടെ കണ്ടനായിട്ട് നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയോട് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അതായത് രാഷ്ട്രീയ നേതാവായിക്കോട്ടെ അല്ലെങ്കിൽ യുവ നേതാവായിക്കോട്ടെ, അങ്ങനെ സംസാരിക്കുമോ എന്ന് നമുക്ക് അശ്ലീലമായി നമ്മൾ മുഖം ചുളിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശമാണ് IAS ഉദ്യോഗസ്ഥയോട് രാഹുൽ നടത്തിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിലെ 1-2 നേതാക്കളുടെ കൃത്യമായ സ്റ്റാൻഡ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് K മുരളീധരൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, VD സതീശനാണ്. ഒരു ഘട്ടത്തിൽ നോക്കും, VD സതീശൻ, ഷാഫി, രാഹുൽ, ഇതായിരുന്നല്ലോ ഈ പറയുന്ന ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരെയുള്ള ഒരു ഘട്ടത്തിലെ ഒരു ത്രയം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്ന മറ്റൊരു ഗ്രൂപ്പായി തന്നെ അതിനെ നമ്മൾ എല്ലാവരും വ്യാഖ്യാനിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും അടുത്ത ഈ രാഹുൽ, ഷാഫി, VD സതീശൻ. എന്നിട്ട് ആ VD സതീശൻ ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡിലേക്ക് പോകുന്നു. അത് എന്തുകൊണ്ടാണ് സതീശൻ അങ്ങനെ പോയത് എന്ന് ചോദിച്ചാൽ, സതീശന്റെ മുന്നിലേക്ക് പരാതികൾ വന്നു. പരാതികൾ എന്ന് പറയുമ്പോൾ 1-2 പരാതികളല്ല, 1 ഡസനടക്കം പരാതികൾ സതീശന് മുന്നിലേക്ക് വരുന്നു. അവിടെ സതീശനൊപ്പം പാർട്ടി പ്രവർത്തിക്കുന്ന ആളുടെ മകളുടെ അടക്കം പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പല ബൈറ്റുകൾ നമ്മൾ സത്യത്തിൽ അതിൽ നിന്ന് കാണിക്കേണ്ടതാണ്.
തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റാൻഡ് എന്നാണ് സതീശൻ എല്ലാ തവണയും പറയുന്നത്. അതായത് ആ ബോധ്യം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത്രയും ഗുരുതരമായ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിലും അടക്കം പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾക്കടക്കം എത്തിയിട്ടുള്ളത്. ഇനി എങ്ങനെ രാഹുലിനെ ഇതിൽ ഏതെങ്കിലും ഒരു നേതാവ് പിന്തുണയ്ക്കാൻ വേണ്ടി എത്തുമോ എന്നുള്ളത് ഏറെ പ്രസക്തമായ ചോദ്യമാണ്. എന്ന് പറഞ്ഞ അടൂർ പ്രകാശോ അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന ഒരു KPC പ്രസിഡന്റ് ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ, അതായത് രണ്ടാമത്തെ പരാതി സമയത്ത് കൃത്യമായി എന്താ ഈ പറയുന്ന ഫ്രെയിം ചെയ്ത പരാതിയാണിത്, ഒരു ലീഗൽ ബുദ്ധിയുടെ പുറകിലുണ്ട് എന്ന അടക്കമുള്ള ന്യായവാദങ്ങളുമായി ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും എത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. പക്ഷേ നിലവിലെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരാളും പരസ്യമായി എത്താനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഈ ഭ്രൂണത്തിന്റെ സാമ്പിൾ ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് രാഹുലിനെ അവർ വിളിച്ചിട്ടുണ്ട്. ആ സ്ഥാപനം, അതായത് DNA പരിശോധന നടത്താൻ വേണ്ടി അവർ സമീപിച്ച സ്ഥാപനം രാഹുലിനെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ രാഹുൽ അതിന് തയ്യാറായിട്ടില്ല എന്ന അടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങൾ ഈ വിഷയത്തിലുണ്ട്. സേതു, അതാണ് അനു. കാരണം ഇവരെ ഈ ഗർഭചിത്രത്തിന് ഈ ഗർഭിണിയാണെന്നുള്ള വിവരം പറഞ്ഞപ്പോൾ ഇയാൾ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച ഘട്ടത്തിലാണ് ഇവർ പിന്നീട് ഈ DNA പരിശോധനയ്ക്ക് തയ്യാറാകുന്നതും അതിന് ഇയാളെ വിളിക്കുന്നതും ഇയാളത് ഈ നിരസിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം അനു, നമ്മൾ ഈ മറ്റ് കേസുകളെക്കാളും ഇവിടെ ഈ മറ്റ് കേസുകളിൽ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചെങ്കിൽ ഇവിടെ ഈ പരാതിക്കാരിയുടെ കയ്യിൽ തന്നെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ അടക്കമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ എന്തുകൊണ്ടാണ് പോലീസ് വളരെ കൃത്യമായി രാഹുലിനെതിരായ പരാതി വരുന്നു, 5 ദിവസം മുമ്പ് പരാതി വരുന്നു, ആ പരാതിയിലെ വസ്തുത അവർ ആദ്യം പരിശോധിക്കുന്നു. കാരണം ഇവർ പറയുന്ന കാലം, ഇവർ പറയുന്ന തീയതി, ഇവിടെ ഇവർ വന്നിട്ടുണ്ടോ, അപ്പോൾ പോലീസിന് ആദ്യ പരിശോധനയിൽ ഇതെല്ലാം വ്യക്തമാണ്. രണ്ടാമതായി കഴിഞ്ഞ 3-2 ദിവസമായി രാഹുലിന് പിറകിൽ കേരള പോലീസ് ഉണ്ടായിരുന്നു, രാഹുലിന്റെ ഓരോ നീക്കങ്ങളും. കാരണം സെതു ആ രണ്ടാമത്തെ കേസ് രാഹുൽ ഈ ഒളിവിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. രാഹുലിന്റെ ഒളിവിൽ പോക് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്രിമിനലിന്റെ യാത്രയായിട്ട് നമുക്ക് കാണാം. കാരണം അത്രമേൽ വലിയ ഓപ്പറേഷൻസ് ആണ് ഈ കർണാടക മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന പാലക്കാട് നിന്ന് അദ്ദേഹം പാലക്കാട് നിന്ന് പൊള്ളാച്ചി, തെങ്കാശി തുടങ്ങി ബാംഗ്ലൂർ വരെ പോയി അവിടെ നിന്ന് പിന്നീട് തിരിച്ച് ഈ കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവൊക്കെ വാങ്ങി അറസ്റ്റൊക്കെ തടഞ്ഞ ശേഷം വീണ്ടും തിരിച്ചു വന്നു. പിന്നീട് ഈ 1 മാസക്കാലം MLA എവിടെയായിരുന്നു എന്നുള്ളത് അറിയില്ല. പിന്നീട് ഇയാൾ വരുന്നത് തിരഞ്ഞെടുപ്പ് ദിവസമാണ്. തിരഞ്ഞെടുപ്പ് ദിവസം, തദ്ദേശ തിരഞ്ഞെടുപ്പ് ദിവസം വരുന്നു, അവിടെ വന്ന് വോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് 1 മാസക്കാലത്തിന് ശേഷം പിന്നീട് MLA എല്ലാവരും കാണുന്നത്. അപ്പം ഇനി അടുത്ത കേസിലും അത്തരത്തിലൊരു അമളിപ്പെടാൻ പാടില്ല എന്ന് കരുതിക്കൂട്ടി രഹസ്യ നീക്കത്തിലൂടെയാണ് അന്വേഷണ സംഘം 3ാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതും